ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് പാൻ കേക്ക് റെഡിയാക്കിയാലോ. നമ്മൾ മുട്ടയില്ലാതെയാണ് ഈ പാൻ കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ തന്നെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് വിസ്ക് കൊണ്ട് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് മൈദക്ക് 1 കപ്പ് പാല് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലപോലെ ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പാൻ കേക്ക് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഫ്ലെയിമിലേക്ക് പാൻ വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ തവി മാവ് ഇതേപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു പാൻ കേക്ക് റെസിപ്പിയാണിത്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാം, സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ്. ഈ ചോക്ലേറ്റ് പാൻ കേക്ക് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ചോക്ലേറ്റ് സോസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഒക്കെ ഒപ്പം സെർവ് ചെയ്യാവുന്നതാണ്. അതും നല്ല അടിപൊളി കോംബോയാണ്. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക്സ് ഒക്കെ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല ഫ്ലഫിയും സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക്സ് ആണിത്. ഞാൻ ഈ പാൻ കേക്ക്സിൽ കുറച്ച് ചോക്ലേറ്റ് ക്രീം ഒന്ന് ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാൻ കേക്ക് നമുക്ക് മുകളിൽ വെച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ചോക്ലേറ്റ് പാൻ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.